സർ, ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ സംരംഭത്തെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 91 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ്ഗക്കാർക്കുള്ള വരുമാനദായക കാർഷിക ഉദ്യോഗ പദ്ധതിക്ക് 12 കോടി രൂപ വെക്കുന്നു. 100 ദിവസം പൂർത്തിയാക്കുന്ന പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് അധികമായി നൽകുന്ന 100 ദിവസം തൊഴിൽ നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽപ്പെടുന്ന ട്രൈബൽ പ്ലസിന് 49.82 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. പട്ടികവർഗ ഉന്നതികളുടെ സൗകര്യങ്ങൾക്ക് 13 കോടി രൂപ, പട്ടികവർഗ ഉപജീവനത്തിന് 11 കോടി രൂപ എന്ന നിലയിലായിട്ട് വകയിരുത്തുന്നു. അമ്പത്തൂർ സെറ്റിൽമെൻറ്റ് വികസന പദ്ധതിക്ക് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവവികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ, ഉപജീവനം, സ്വയം തൊഴിൽ, സാംസ്കാരിക ഉയർച്ച മേഖലയിലെ നിർണായക പോരായ്മകൾ പരിഹരിക്കുന്നതിനായി കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ 52 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ മേഖലയിൽ 2 സ്പെഷ്യൽ സ്കൂളുകൾ, അതുപോലെ 16 മോഡൽ സ്കൂളുകൾ തുടങ്ങിയ സ്കൂളുകളുടെ നടത്തിപ്പിനായി 60 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം പദ്ധതിക്ക് 6 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ്ഗക്കാർക്കിടയിൽ സിക്കിൾ സെൽ അനീമിയ രോഗികൾക്കുള്ള പ്രതിമാസ സഹായത്തിന് 4 കോടി രൂപ വെക്കുന്നു. ജന്നി ജന്മരക്ഷാ പദ്ധതിക്കായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. ഭക്ഷണത്തിനുള്ള സഹായം, ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടികൾ, പട്ടികവർഗ്ഗങ്ങളിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ്ഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതും ഭക്ഷ്യസുരക്ഷയും ഉൾപ്പെടുന്ന വിവിധ പരിപാടികൾക്ക് 22 കോടി രൂപ വെക്കുന്നു. പട്ടികവർഗ്ഗ ആശ്വാസ ക്ഷേമ നിധിക്ക് 40 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തുടനീളമുള്ള 1182 പട്ടികവർഗ്ഗ പ്രൊമോട്ടർമാർക്ക് ഓണറേറിയത്തിനും യാത്രാപദ്ധതിക്കായി 19.15 കോടി രൂപയും, ഗോത്രബന്ധു പ്രൈമറി സ്കൂളിൽ ഗോത്ര വിഭാഗ അധ്യാപകരുടെ ഓണറേറിയത്തിന് 5.5 കോടി രൂപ ഉൾപ്പെടെ 30.68 കോടി രൂപ വകയിരുത്തുന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം. സർ, 2026-27 ബജറ്റ് സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളുടെ സുസ്ഥിര വികസനത്തിന് മുൻഗണന നൽകുന്നു. പിന്നാക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് നൽകുന്നതിന് 200.94 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. OBC വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് 130.78 കോടി രൂപ വകയിരുത്തുന്നു. സർ, OEC വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക്കുലേഷൻ സഹായം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ വൈദഗ്ധ്യം, തൊഴിൽക്ഷമത, സംരംഭകത്വ വികസന പദ്ധതിക്കായി ആകെ 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, പിന്നോക്ക വിഭാഗങ്ങളിലെ വിധവകളുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെയും മറ്റ് ശുപാർശിത വിഭാഗങ്ങളുടെയും സുസ്ഥിര വിഭജന അവസരങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിനായിട്ട് 26-27 പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ ഉപജീവന സഹായ പരിപാടി എന്ന പുതിയ പദ്ധതി ആരംഭിക്കും. ഈ പദ്ധതിക്ക് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ലിമിറ്റിലുള്ള ഓഹരി മൂലധനം 20 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മൂലധന സഹായത്തിന് 2 കോടി രൂപ നൽകുന്നു. സർ, ന്യൂനപക്ഷങ്ങളുടെ സേവനം. മുൻവർഷത്തെ അപേക്ഷിച്ച് 15.99% വർധനയോടുകൂടി ന്യൂനപക്ഷ ക്ഷേമത്തിനായി 94.69 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സർക്കാർ 2022-23 മുതൽ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിർത്തലാക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗവേഷണ സാധ്യതകൾ പ്രതികൂലമായി ബാധിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ 25-26 സംസ്ഥാന സർക്കാർ സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പദ്ധതി തുടരുന്നതിന് 11 കോടി രൂപ വകയിരുത്തുന്നു. സർ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. വിദേശത്തുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ അവരുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകും. പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഈ വർഷം 4 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സമർത്ഥരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികളും സിവിൽ സർവീസ് വിദ്യാർത്ഥികളും നൽകുന്ന ജോസഫ് കൊണ്ടശ്ശേരി സ്കോളർഷിപ്പിൻ്റെ വിഹിതം 8 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ന്യൂനപക്ഷ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള വിഹിതം 27 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിവാഹമോചിത, വിധവ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായിട്ടുള്ള ഇമ്പിച്ചി ബാവ ഭവന പദ്ധതിക്ക് 5 കോടി രൂപയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമം പദ്ധതിയുടെ വിഹിതമായി 16 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 24 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന് ഓഹരി മൂലധനമായിട്ട് 12 കോടി വകയിരുത്തുന്നു. സർ, 1-ാം തരം മുതൽ 8 വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് മാർഗ്ഗദീപം പദ്ധതിക്കായിട്ട് 22 കോടി നൽകുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. സർ, മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഭാഗത്തിന് വിദ്യാഭ്യാസം, ഉപജീവനം, സ്വയം തൊഴിൽ എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ 39.77 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സെക്രട്ടേറിയറ്റ് സർവീസുകൾ ഓരോ മേഖലയിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിന് 2.27, ജില്ലാ ആസൂത്രണ സമിതി കെട്ടിടങ്ങൾ 13.4, സർവേകൾ, പഠനം, പ്ലാൻ മോണിറ്ററിംഗ് പദ്ധതിക്ക് 9.57 15 കോടി മാറ്റിവെക്കുന്നു.
സർ, പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് സംവിധാനമുള്ള പോലീസ് സേനകളിലൊന്നാണ് എന്ന ഖ്യാതി കേരള പോലീസിനുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് വകുപ്പ് സാങ്കേതിക പുരോഗതി, കമ്മ്യൂണിറ്റി പോലീസിംഗ്, സൈബർ കുറ്റകൃത്യ അന്വേഷണം, അടിസ്ഥാന സൗകര്യ നവീകരണം എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള പോലീസ് പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കും. വിവിധ പദ്ധതികൾക്കായിട്ട് ഈ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ട് 155.80 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുള്ള അതിനകത്ത് എൻ്റെ ഭൂമി സർവേ ഉൾപ്പെടെയുള്ള സർവേ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 26.8 കോടി രൂപ വകയിരുത്തുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന് ടെംപ്ലേറ്റ് അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ, പഴയ രജിസ്റ്റർ ചെയ്ത രേഖകളുടെ സംരക്ഷണം, രജിസ്ട്രേഷൻ തുടങ്ങി വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. 68 മുതലുള്ള പഴയ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ സ്കാനിങ് നടപടി പൂർത്തിയായി. പണരഹിത പണമടയ്ക്കൽ പ്രക്രിയ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. ഈ സ്റ്റാമ്പ് സൗകര്യം തുടങ്ങി ധാരാളം കാര്യങ്ങൾ നടക്കുന്ന ഈ വകുപ്പിന് 32 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭരണനിർവഹണങ്ങളിലൊന്നാണ് കേരള റവന്യൂ വകുപ്പ്. ഭൂഭരണം, ദുരന്ത നിവാരണം, പൗരസേവന വിതരണം എന്നിവയിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നിവ ഉറപ്പുവരുത്തുകയാണ് വകുപ്പിൻ്റെ സുപ്രധാന ലക്ഷ്യം. സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിനായി 1666 വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. റവന്യൂ വകുപ്പിൻ്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നിരീക്ഷിക്കുന്നതിനുമായി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തി ഒരു റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ ആരംഭിക്കുന്നതാണ്. റവന്യൂ വകുപ്പിനായി 95.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഭക്ഷ്യഭദ്രതയും പൊതുവിതരണ സമ്പ്രദായവും ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദവും മികച്ചതുമായ പൊതുവിതരണ സമ്പ്രദായങ്ങളിലൊന്നാണ് കേരളത്തിനുള്ളത്. യൂണിവേഴ്സൽ റേഷനിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്ന സംസ്ഥാനം മുൻനിര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ മുൻഗണനാ കാർഡ് ഉടമകൾ ഉൾപ്പെടെ 94.92 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നു. NFSAയുടെ കീഴിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെപ്പോലും റേഷൻ വിതരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വിദൂര പട്ടികവർഗ സങ്കേതങ്ങൾ, തീരപ്രദേശങ്ങൾ, വിദൂര പ്രദേശങ്ങൾ, പ്രതീക്ഷാ സ്ഥലങ്ങൾ എന്നിവ നേരിട്ട് മൊബൈൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. സർ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് വിപണി ഇടപെടലിനുള്ള പദ്ധതിയേതര വിവരം ഉൾപ്പെടെ ആകെ 2363.64 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാളും 267.24 കോടി രൂപ അധികമാണ്. ഇതിനു പുറമെ സഹകരണ മേഖലയ്ക്ക് കീഴിൽ കൺസ്യൂമർ ഫെഡ് വഴി 75 കോടി രൂപയും വിപണി ഇടപെടലിനായിട്ട് വകയിരുത്തുന്നു.